ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമില്ലേ? ഞാൻ സുൽഫത്താണ്. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ഫസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ, വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഈ ചാനൽ ഗ്രോത്ത് ആവുകയുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടബോധം തോന്നില്ല അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. അപ്പം പിന്നെ ഒരു ചെറിയൊരു കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇയറിങ്സ് ഉണ്ട് കുറച്ച്, അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. മുമ്പൊക്കെ ഒരുപാട്, അതായത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. കുപ്പികളാണെങ്കിലും ഇയറിങ്സ് ആണെങ്കിലൊക്കെ വാങ്ങാനും യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുപ്പിവളകൾ പല കളേഴ്സിലുള്ള ബ്ലാക്ക്, ബ്രൗൺ, ഗ്രീന്, ആഷ് കളർ, അങ്ങനെ ഒരുപാട് കളർ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് വാങ്ങാൻ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അതുപോലെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെയോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് കുറഞ്ഞു തുടങ്ങും. ഇഷ്ടമാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് സേഫ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ എടുക്കാനൊക്കെ നമുക്ക് അവർക്ക് അവരൊരു സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണമല്ലോ. ഇതൊക്കെ പൊട്ടി കഴിഞ്ഞാൽ ദേഹത്ത് കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒഴിവാക്കി തുടങ്ങിയതാണ്. പിന്നെ നമ്മളിപ്പം ഇജാബൊക്കെയാണല്ലോ യൂസ് ചെയ്യണം. അപ്പോൾ കമ്മല് വെറൈറ്റി കമ്മല് വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അതിനനുസരിച്ചാണല്ലോ നമുക്കിപ്പം നമ്മൾ കോസ്മെറ്റിക് ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇയറിങ്സ് ഒക്കെ ഇപ്പൊ വാങ്ങാറ്. ഇടയ്ക്ക് ഞാനും ചെറുതായിട്ട് യൂസ് ചെയ്യും. ഒരു ഭ്രമം വരുമ്പോഴത്തേക്കും മക്കളാണെങ്കിലും ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. അവരും സ്കൂളിലൊക്കെ ഇപ്പൊ അവർക്ക് വലുതായിട്ട് ചെറിയ സ്റ്റഡ് എന്തെങ്കിലുമൊക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഹെവി ഓർണമെന്റ്സ് ഒന്നും അവിടെ യൂസ് ചെയ്യില്ല, അലോഡല്ല. അപ്പോൾ എന്തെങ്കിലും ഓണോ പെരുന്നാളോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് കാണിച്ചു തരാം. ആദ്യം കുറച്ച് ഹെവി ആയിട്ട് തോന്നിക്കുന്ന ഒരു വിഷറി ടൈപ്പിലുള്ളൊരു കമ്മലാണ് കേട്ടോ. ഇത് ഞാൻ മദീന മോളിൽ നിന്നും മോക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പെരുന്നാളിന് വാങ്ങിച്ചതാണ്. അവളൊരു അനാർക്കലി ടൈപ്പിലുള്ള വൈറ്റ് കളറിലുള്ള ഒരു ചുരിദാറിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് ഒരു ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ബീഡ്സ് വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് അതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സിന്റെ കൂടെയും നമുക്ക് ഈ ഒരു കളർ ആയതുകൊണ്ട് നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ഹെവി ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് മാലയുടെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം മതി, നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിടാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അത്യാവശ്യം വിലയും അഫോർഡബിൾ ആയിട്ടുള്ള വിലയായിരുന്നു. ഒരു 20 ദിർഹംസിന്റെ ഒക്കെ അകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എടുത്തായിരുന്നു. മദീന മോളിൽ പെരുന്നാളിന്റെ പർച്ചേസിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഇങ്ങനത്തെ കളക്ഷൻസ് ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഉടനെ തന്നെ ഞാൻ, കാരണം ഈ വൈറ്റും ബ്ലാക്ക് ഒക്കെ നമുക്ക് മിക്ക ഡ്രസ്സിന്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ആണ്. അപ്പം നമുക്ക് ഇടാൻ പറ്റും എല്ലാത്തിൻ്റെ കൂടെയും. സാരിയുടെ കൂടെ ആണെങ്കിലും ചുരിദാറിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇയറിംഗ് ആണ്. കണ്ടില്ലേ? അടുത്തൊരു ഹെവി ടൈപ്പാണ്. ഇതും വൈറ്റും ഒരു ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ പൊന്മാൻ നീല എന്നൊക്കെ പറയൂലേ, ആ ഒരു കളറിലുള്ള സ്റ്റോണും വൈറ്റ് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ഇതും കണ്ടില്ലേ? നമുക്ക് ഇത് ഐഷുവിന് വേണ്ടി വാങ്ങിച്ച സാധനമാണ്. ഐഷുവിന്റെ ചുരിദാറിന്റെ കളർ ഏകദേശം ഇതേ കളർ, ഒരു അനാർക്കലി ടൈപ്പിൽ ഏകദേശം ഈ ഒരു ബ്ലൂ കളറിലുള്ളതായിരുന്നു. അപ്പൊ അവക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതും നമുക്ക് മാലയൊന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിടാം. കിടിലായിട്ടില്ലേ? അങ്ങനെ അപ്പം ഇത് രണ്ടും കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു വയലറ്റ് കളറിലുള്ള കുറച്ച് ഹാങ്ങി ആയിട്ട്, പക്ഷെ എന്നാൽ ഭയങ്കരമായിട്ട് വലുതുമല്ല, അത്യാവശ്യം നോർമലി ഉള്ള ഒരു സംഭവമാണ്. ഒരു വയലറ്റ് കളറിലുള്ള ബീഡ്സിലുള്ള സംഭവമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സാരിയോടൊക്കെ കിടിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ചുരിദാറിലൂടെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇത് മൂന്നും ഞാൻ മദീന മോളിൽ നിന്ന് എടുത്ത സംഭവമാണ് കേട്ടോ. കാരണം നല്ല വില കുറവുണ്ടായിരുന്നു ആ ടൈമില്. അപ്പൊ കണ്ടപ്പോൾ കിട്ടിയത്. എന്തായാലും നമ്മളിപ്പം വേറെ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്നും കൂടുതൽ റേറ്റ് കൊടുത്ത് വാങ്ങേണ്ടി വരും. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് വിലയുടെ കാര്യത്തിൽ നോക്കിയപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ പിക്ക് ചെയ്ത് 5 ദിർഹംസ് 10 ദിർഹംസ് 15 ദിർഹംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിക്ക് ചെയ്തതാണ്. ഇതും അതേപോലെ സ്റ്റഡും ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാങ് ചെയ്ത് അങ്ങനെ വരെ ഹാങ്ങിങ് ടൈപ്പിലുള്ള ഇയറിംഗ് ആണ് കേട്ടോ. ഇതും നമുക്ക് ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സംഭവം. ഭയങ്കര ഹെവി ആയിട്ടും തോന്നില്ല, എന്നാൽ അത്യാവശ്യം നല്ല സ്റ്റൈൽ ചെയ്ത് ഇടാൻ പറ്റുന്ന എന്താ പറയണേ, നല്ല രസമുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഞാൻ ഈ സ്റ്റഡ് കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. ഇത് സ്റ്റഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ സെറ്റ് ആവുമായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ
ജുമുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ജുമുക്ക ഇടാൻ നമുക്കിപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്കും സെറ്റ് സാരിയൊക്കെ ഇടുകയാണെങ്കിൽ, അതുപോലെ തന്നെ പിള്ളേർക്കാണെങ്കിൽ പട്ടുപാവാടൊക്കെ ഇടുകയാണെങ്കിൽ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ജുമുക്ക ആണല്ലോ. അത് കുറച്ച് വലുതാണെങ്കിലും അതുപോലെ തന്നെ ഇടത്തരമൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ജുമുക്കാസൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഞാൻ അങ്ങനെ വാങ്ങിച്ചൊരു സംഭവമാണ്. ഇത് ലുലുന്ന് വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, 10-20 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഒരു യെല്ലോ കളറിലായതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിന്റെ ഒക്കെ സെറ്റ് സാരിയോടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പിലുള്ള ജുമുക്കയാണ് കേട്ടോ. താഴെ വൈറ്റ് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ഗോൾഡും അതോ യെല്ലോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതിന്റെ കൂടെയും നമുക്ക് ഇതും വെയർ ചെയ്യാൻ പറ്റും. ഏത് കളറിന്റെ കൂടെയും ചേർന്ന് പോകുന്ന ജുമുക്കയാണ്. അടുത്തത് ഒരു ചോക്ലേറ്റ് ബോക്സ് ആണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടല്ലേ, ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ചോക്ലേറ്റ് ബോക്സ് ആണ്. അത് കേക്ക് വാങ്ങിച്ചതാണോ എന്തോ അങ്ങനെ കിട്ടിയ ഒരു ബോക്സ് ആണ്. ഞാൻ അപ്പൊ കളഞ്ഞിട്ടില്ലായിരുന്നു. ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് എൻ്റെ അടുത്ത് ഇതുപോലൊരു റെഡ് കളറിലുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഞാൻ അത് ഭയങ്കരമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ബോക്സ് ഒക്കെ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ നമുക്കിപ്പോൾ ചോക്ലേറ്റിൻ്റെ കൂടെയൊക്കെയും അതുപോലെ കേക്കൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ബോക്സ് ഒക്കെ കിട്ടൂലേ, അപ്പൊ ഞാൻ എടുത്ത് വെച്ചിരിക്കാറുണ്ട് നമുക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഇട്ട് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഉള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് മാക്സില് ലുലുലൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വാങ്ങാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു കുറേ സ്റ്റഡ് അതുപോലെ റിങ്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് 19-20 dirhams ഒക്കെ ഉള്ളൂ. നമുക്ക് ഇപ്പൊ മാറ്റിയൊക്കെ ഇടാം. ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റഡൊക്കെ ആയിരിക്കുമല്ലോ അവർ യൂസ് ചെയ്യുക. കാഷ്വൽ ആയിട്ടൊക്കെ നമ്മൾ കാഷ്വൽ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഹെവി ആയിട്ടുള്ളത് യൂസ് ചെയ്യില്ലല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ച സാധനമാണ്. ഞാൻ ഇതിന്റെ ഈ ഒരു പീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചുരിദാറിന്റെ കൂടെ യൂസ് ചെയ്തതായിരുന്നു. അപ്പൊ എനിക്ക് നന്നായിട്ട് ചില റിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് യോജിക്കാറുണ്ട്. ഇടുപ്പ് നല്ലതാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അതുപോലെ ചില സ്റ്റഡും ചില ഹാങ് ചെയ്ത് വരുന്ന വലിയ ടൈപ്പൊക്കെ എനിക്ക് യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് സെറ്റായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ ഫേസിന് സെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ കിട്ടിയ സംഭവം, അങ്ങനെ വാങ്ങിച്ച സംഭവമാണ് കേട്ടോ. ഇത് മാക്സിന്നാണോ ലുലു എന്നാണോ എന്തോ, ഇങ്ങനെ മാക്സിലും ലുലുലൊക്കെ ഉണ്ട് കേട്ടോ. ഈ റിങ്സ് ഒക്കെ ഇതേ ടൈപ്പിൽ എനിക്ക് സ്വർണത്തിന്റെ ഒന്നുണ്ടായിരുന്നു ഒരു 4-5 വർഷത്തിന് മുമ്പ്. കാരണം റിങ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഉമ്മാക്കൊരു റിങ്സ് ഉണ്ടായിരുന്നു. അത് വലിയ റിങ്സാണ്, ഉമ്മ ഇട്ടിട്ടുള്ള ഓർമ്മയുണ്ട്. അപ്പൊ ഉമ്മക്ക് അത് നന്നായിട്ട് യോജിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മയിലൊക്കെ ഞാൻ അതിന്റെ ഒരു കുഞ്ഞ് ഇടത്തരം ഈ ഒരു വലുപ്പത്തിലുള്ളതൊക്കെ ഞാനും സ്വർണത്തിന്റെ കുറെ നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്വർണ്ണം യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, നമുക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് വഴി. നമുക്ക് ഇങ്ങനെയൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പീസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതാണ്. ഇത് നോർമലി നല്ല വലുതും അല്ല എന്നാൽ നല്ല ചെറുതും അല്ലാത്ത അങ്ങനെ വരുന്നതാണ്. വയലറ്റ് ബീഡ്സ് ഒക്കെ വെച്ച് വൈറ്റും വയലറ്റും ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മല്. ഇതും ഞാൻ മറ്റേ മദീന മോളിൽ നിന്ന് വാങ്ങിയ ആ ഒരു ടൈമിൽ ഇതും അതിന്റെ കൂടെ വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സിന്റെ ഒക്കെ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണുമ്പോൾ വാങ്ങും. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ആ സാധനം. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ പറ്റുന്ന ഇതും അതിൽ വേറൊരു സംഭവമാണ്. കുഞ്ഞു കുഞ്ഞ് മൊത്ത് വെച്ചതും അതുപോലെ തന്നെ പലതരം ഷേപ്പൊക്കെയുള്ള അങ്ങനെ വരുന്ന സെറ്റാണ് കേട്ടോ. ഇതിന്റെ പകുതിയും എവിടെയൊക്കെ പോയി കുറെ യൂസ് ചെയ്യും, കുറെ കളയും. അതാണ് ഇപ്പോഴത്തെ സംഭവം. ഇതിന്റെ പകുതി ഞാൻ പിന്നെ മക്കളൊക്കെ യൂസ് ചെയ്തിട്ട് പകുതിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടിടും. ഞാൻ കിട്ടുന്ന അപ്പോഴെപ്പോഴും എവിടെയെങ്കിലും കിട്ടുന്നതൊക്കെ എടുത്ത് ബോക്സിന്റെ അകത്ത് ആക്കി വെക്കും. അപ്പം ഇങ്ങനെ വരുന്ന കുറച്ച് കമ്മലുകൾ. പിന്നെ ഞാൻ ഡേ ടു ഡേ പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പിൽ വരുന്ന സാധനമാണ് കേട്ടോ. 7 dirhams ഒക്കെ ഉള്ളൂ. പല പല കളേഴ്സിൽ ഇങ്ങനെ വാങ്ങാൻ പറ്റിയായിരുന്നു കേട്ടോ. ഇതിന്റെ ഒരു ഗ്രീനും കൂടെ ഉണ്ട്. ഇതിപ്പോ ഇവിടെ കാണുന്നില്ല. ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പിലുള്ള സംഭവം. ഇത് ഓറഞ്ചും അതുപോലെ തന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്ത ബീഡ്സ് വെച്ചിട്ടുള്ള സംഭവമാണ്. കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. അതിന്റെ ബ്ലൂവും വൈറ്റും കൂടെ ചേർന്ന ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ സാധനമാണ്.
ഇതിന്റെ ഗ്രീനും വൈറ്റും ഒന്നുകൂടെ ഉണ്ട്. അങ്ങനെ ഇത് 7 ദിറംസ് ആണ്. ഡേ ടു ഡേ അങ്ങനെ വാങ്ങിച്ചതാണ്. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മൾ ആമയുടെ പെട്ടി തുറക്കാം. ഒന്നുമില്ല, എന്നാലും നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ഇതിന്റെ അകത്ത് ഈ ജുമുക്ക എന്ന് പറയുന്നത് വെറൈറ്റി ഒരുപാട് കളേഴ്സ് വരുന്ന ജുമുക്കയാണ് കേട്ടോ. ഒരുപാട് കളേഴ്സിൽ വരുന്ന ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ജുമുക്കയാണ്. അതിന്റെ സ്റ്റഡും കുറച്ച് ഹെവി ടൈപ്പിൽ വരുന്ന സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ഇപ്പൊ ഓണമൊക്കെ വരെയല്ലേ, പിന്നെ പട്ടുപാവാടയും അതുപോലെ തന്നെ സാരിയൊക്കെ വേറെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ആയിട്ടുള്ള ഒരു ജുമുക്ക ടൈപ്പാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോരുത്തർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ കാണിക്കാൻ പറ്റി. ഇഷ്ടമായ ഞങ്ങൾക്ക്. നമുക്ക് പല പല കളർ കണ്ടില്ലേ, നല്ല രസമല്ലേ. പല പല കളറായിട്ട് നമുക്ക് ഒരുപാട് കളേഴ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ജുമുക്കയാണ് കേട്ടോ. അടുത്തതായിട്ട് അതും ഒരു ജുമുക്ക ടൈപ്പിൽ വരുന്ന ഒരു ഗ്രീൻ. ഈ ഒരു ഗ്രീൻ എന്ത് പറയും, ലൈറ്റ് ഗ്രീൻ ആണോ? ഒരു ഗ്രീൻ ടൈപ്പിൽ വരുന്ന മുത്ത് വെച്ച ഒരു ജുമുക്കയാണ് ഇതും. അപ്പം ജുമുക്കയും റിങ്സും ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ജുമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ളതാണ്. എൻ്റെ കല്യാണത്തിന് ഞാൻ ജുമുക്ക നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ എനിക്ക് കല്യാണ സാരി എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറിലുള്ള ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള സാരിയായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ബീഡ്സ് വെച്ചിട്ടുള്ള നെക്ലസും അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു വീശറി ടൈപ്പിലുള്ള ഒരു കമ്മലാണ് എടുത്തത് കേട്ടോ. അതിനും ബ്രൗൺ ബീഡ്സ് വെച്ചിട്ടുള്ള കമ്മലായിരുന്നു. അപ്പോൾ ഒരുപാട് ഞാൻ ജുമുക്ക നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വാശിക്ക് ഞാൻ ഇപ്പം ഒരുപാട് ജുമുക്ക വാങ്ങാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതൊരു ബ്ലാക്ക് കളറിലുള്ള ജുമുക്കയാണ്. ഇത് ഇങ്ങനെ വരുന്നത്. ഇത് ഞാന് നമ്മളെ ചന്ദനമഴയിലെ മറ്റേ നമ്മളെ ആ നായികയില്ലേ, അവരുടെ പേര്, അവര് ഇത് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എവിടെ വെച്ച് കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചൊരു ജുമുക്കയാണേ. ഇത് എനിക്ക് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അലയിലൊക്കെ പോയപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ഞാൻ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് മുഖത്തിന് ചേർന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ബ്ലാക്ക് കളറിലായതുകൊണ്ട് നമുക്ക് ലൈറ്റ് കളറിലുള്ള ചുരിദാറിന്റെ കൂടെയോ അല്ലെങ്കിൽ സാരിയുടെ കൂടെയൊക്കെ ലൈറ്റ് കളറിലൊക്കെ ഉള്ള ഡ്രസ്സിന്റെ കൂടെ ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കും ബ്ലാക്ക് കളറിലുള്ള ജുമുക്ക. നെക്സ്റ്റ് നമുക്കൊരു സ്റ്റഡ് കാണാം. ഒരു നേവി ബ്ലൂവിൽ വരുന്ന ആ ഒരു ടൈപ്പിലുള്ള കളറിൽ വരുന്ന സ്റ്റഡാണ് കേട്ടോ. വീശറി ടൈപ്പിലുള്ള സ്റ്റഡ്. ഇത് അഫ്രാക്ക് ചുരിദാറിന്റെ കൂടെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അഫ്രാഖിന്റെ പെരുന്നാളിന്റെ ഡ്രസ്സ് ഒരു 2 വർഷം മുമ്പ് ഒരു പെരുന്നാളിന് അവർക്ക് ബ്ലൂ കളറിലുള്ള ചുരിദാറാണ്. അപ്പൊ അതിന്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനമാണ്. നെക്സ്റ്റ് അഫ്രാന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്ത 2 സ്റ്റഡാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്ന സ്റ്റഡാണ്. ഇത് വൈറ്റും അതുപോലെ തന്നെ ബേബി പിങ്ക് അങ്ങനെ വരുന്ന സ്റ്റഡും മേളിലിരിക്കുന്നത്, താഴെ വൈറ്റ്. ഇങ്ങനത്തെ സ്റ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് കാഷ്വൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ ഇതിന്റെ ഈ ബാക്കിലത്തെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ പ്രസ് ടൈപ്പിൽ വരുന്ന സാധനമാണ്. അങ്ങനത്തെ 2 ഇത് സ്റ്റഡാണ് ഇത്. പിന്നെ ഉള്ളത് ജുമുക്ക. ഈ ഒരു ജുമുക്കയുടെ ഇതിൻ്റെ ഒന്ന് കാണാനില്ല ഗേസ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ജുമുക്കയായിരുന്നു. ഈ മുന്തിരിക്കൊത്ത് ഇങ്ങനെ അടുക്കി വെച്ച ആ ഒരു പീസില്ലേ, അങ്ങനത്തെ വരുന്നത്. പക്ഷെ ഒന്ന് കാണാനില്ല. കുറേ നാളായി വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു പീസേ ഉള്ളൂ കാണാൻ. അടുത്തത് അഫ്രാക്ക് 10th പാസ്സായപ്പോഴത്തേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. കസിൻ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. ഈ സിൽവറിൽ വരുന്ന സാധനമാണ്. ചെയിനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബ്ലൂ ടൈപ്പിലുള്ള സ്റ്റഡും. നല്ല ഭംഗിയില്ലേ. സിൽവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വർണം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനും അങ്ങനെ വരുന്ന സെറ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഇതിന്റെ മാല അവള് കുറേ നാൾ യൂസ് ചെയ്തു. ഈ കമ്മലും പ്രസ് ടൈപ്പിൽ ഉള്ള ഒരു ആണിക്ക് പകരം നമ്മൾ തിരിക്കൊണ്ടില്ലേ, ആ സാധനം പ്രസ് ആയിട്ട് വരുന്ന സാധനമാണ്. നല്ല രസമല്ലേ കാണാനേ. അങ്ങനത്തെ. അപ്പം ഇത്രയൊക്കെയാണ്. പിന്നെ അലറച്ചില്ലറ കുറേ സാധനമൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ കാണിക്കുന്നില്ല, ഒരുപാട് സമയമാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. അതുവരെ